സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിലുമാണ് അലർട്ട്. ഇവിടെയും അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല. പത്തനംതിട്ടയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ടുണ്ട്. മലയോര മേഖലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഒരുപക്ഷെ കൂടുതൽ ശക്തമായേക്കാം. നാളെ അറബിക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദവും രൂപപ്പെട്ടേക്കും. നമുക്ക് നമ്മുടെ പ്രതിനിധികൾ ആരൊക്കെയാണ് ചേരുന്നതെന്ന് നോക്കാം. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, നിലവിലെ കാലാവസ്ഥ എന്താണ്? ഇനിയുള്ള പ്രവചനങ്ങൾ എങ്ങനെയൊക്കെയാണ്? നിലവിൽ വടക്കൻ ജില്ലകളിൽ ചില പ്രദേശങ്ങളിൽ മഴ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ തെക്കൻ ജില്ലകളിൽ ഇടവിട്ട് മഴ ലഭിക്കുന്നുമുണ്ട്. തിരുവനന്തപുരത്ത് അടക്കം അല്പം മുൻപ് വരെ മഴ ലഭിച്ചിരുന്നു. ശക്തമായ മഴയല്ല, ഒറ്റപ്പെട്ട ചാറ്റൽ മഴയടക്കം തിരുവനന്തപുരത്ത് ലഭിക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഗ്രീൻ അലർട്ടാണ്. അതായത് കാര്യമായ മുൻകരുതലുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ലഭിക്കാറുള്ള മഴ ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. കൂടാതെ മറ്റ് 2 ജില്ലകളിൽ കൂടി, അതായത് വയനാട്, പാലക്കാട് ജില്ലകളിൽ കൂടി ഗ്രീൻ അലർട്ട് ഉണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂറിൽ 116 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത്. എന്തായാലും ന്യൂനമർദ്ദം ഇന്ന് കൂടുതൽ ശക്തമാകും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കൂടുതൽ ശക്തമായി നാളെയോടുകൂടി ആന്ധ്ര തീരത്തെ കരയിൽ പ്രവേശിക്കും എന്നാണ് മുന്നറിയിപ്പ് പറയുന്നത്. കൂടാതെ 2 ചക്രവാത ചുഴിയുണ്ട്. ഒന്ന് കർണാടകയിലാണ്, കരയിലാണുള്ളത്. 2 അറബിക്കടലിലുണ്ട്. ഈ 2 ചക്രവാത ചുഴികൾ ഒന്നിച്ച് നാളെ ഒരു ന്യൂനമർദ്ദമായി മാറും എന്നാണ് കരുതുന്നത്. എന്തായാലും ഈ ന്യൂനമർദ്ദങ്ങൾ തെക്കൻ ജില്ലകളെ കാര്യമായി ബാധിക്കില്ല എന്നുള്ള അനുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വടക്കൻ ജില്ലകളിൽ നാളെ മുതൽ ഒരുപക്ഷെ തെക്കൻ ജില്ലകളിൽ മഴ മാറിയാലും വടക്കൻ ജില്ലകളിൽ ഒരുപക്ഷെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് 10 മണിയോടുകൂടി പുതിയ അലർട്ട് വരും. അപ്പോൾ ഏകദേശ കാര്യങ്ങൾ വ്യക്തമാകും. ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞാലാണ് ഒരുപക്ഷെ അതിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ കഴിയുക. അതിനുശേഷം ഒരുപക്ഷെ അലർട്ടുകൾ മാറാനും സാധ്യതയുണ്ട്. എന്തായാലും തെക്കൻ ജില്ലകളിൽ ഈ പറഞ്ഞതുപോലെ കാര്യമായ അലർട്ടുകളില്ല എങ്കിലും മഴ പൂർണ്ണമായി മാറിയെന്ന് പറയാനാകില്ല. തിരുവനന്തപുരത്തടക്കം ഇപ്പോഴും മേഘാവൃതം തന്നെയാണ് സാഹചര്യം. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഉമേഷ് പറഞ്ഞ പോലെ ഒരു ന്യൂനമർദ്ദം കൊണ്ട് ഇതിപ്പോൾ കേരളത്തിന്റെ അവസ്ഥ കൊടത്തുനിന്ന് വന്ന ഭൂതത്തിന്റെ മാതിരിയാണ്. തീരുമ്പോൾ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ശശി, അവിടുത്തെ അവസ്ഥ എന്താണ്? ഗോപി, പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. തെളിഞ്ഞൊരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ജില്ലയിലുള്ളത്. പരക്കെ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ മലയോര മേഖലകളിൽ ഇടപെട്ട് ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ ആശങ്കയ്ക്കുള്ള കാരണങ്ങളൊന്നും തന്നെ ഈ മഴയുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ അച്ചൻകുളത്തിലെ നദിയിലെ ജലനിരപ്പിനും ഇപ്പം കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് പന്തളത്താണ്. പന്തളത്ത് ഇപ്പോഴും കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന വെള്ളക്കെട്ട് വളരെ രൂക്ഷമായി തുടരുകയാണ്. ഇവിടെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. പന്തളം കടക്കാട് ഭാഗത്ത് വെള്ളം കയറി, റോഡിലെ വെള്ളം കയറിയാൽ പത്തനംതിട്ടയ്ക്കുള്ള ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. അതേസമയം MC റോഡ് വഴിയുള്ള ഗതാഗതം നന്നായി നടക്കുന്നുണ്ട്. പക്ഷെ ഈ പത്തനംതിട്ടയിൽ നിന്നും ഈ പന്തളത്തേക്ക് വരുന്ന ഇന്നലെ മുതൽ ഇവിടെ പത്തനംതിട്ടയ്ക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നിരവധി സ്ഥലങ്ങൾ, അതായത് പത്തനംതിട്ട, പന്തളം നഗരസഭയോട് ചേർന്നുള്ള മാർക്കറ്റ് അടക്കമുള്ള പ്രദേശങ്ങളാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. അപ്പർ കുട്ടനാട് മേഖലകളിലും സമാനമായ രീതിയാണ്. നിരണം, കടപ്പുറ തുടങ്ങിയ മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. 69 ക്യാമ്പുകളാണ് ഇപ്പോൾ ജില്ലയിൽ തുടരുന്നത്. ഇവിടങ്ങളിലായി 2410 പേർ ഈ ക്യാമ്പുകളിലുണ്ട്. 6 താലൂക്കുകളിലായിട്ടാണ് ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും നിലവിൽ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണുള്ളത്. പക്ഷേ ഈ വെള്ളക്കെട്ടാണ് നിലവിലുള്ള പ്രശ്നം. അച്ചൻകുളത്തിലെ ജലനിരപ്പും താഴ്ന്നിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയ്ക്ക് കാരണമുള്ളൂ. ഇന്ന് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർ വരുന്ന പാതകളിലൊക്കെ അവർക്ക് ഈ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ പന്തളത്തോടൊക്കെ വരികയാണെങ്കിൽ മറ്റു വഴികൾ തിരിച്ച് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു അവർക്ക് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്തായാലും ജില്ലയിൽ നിലവിൽ ഇപ്പോൾ മഴയില്ല എന്ന ഒരു കാലാവസ്ഥയാണുള്ളത്. ഗോപി, ശരി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ വർധനവുണ്ട്. ജലനിരപ്പ് 140.50 അടിയായിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ടിൽ 2399.16 അടിയാണ് ജലനിരപ്പ്. VK സ്റ്റാലിനാണ് ചേരുന്നത്. സ്റ്റാലിൻ, മഴയൊക്കെ ഏറെക്കുറെ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. അവിടെ ജില്ലയിൽ എന്താണ് സ്ഥിതി? ഈ ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന അവസ്ഥ തന്നെയാണല്ലേ? ദിവ്യ സൂചിപ്പിച്ച പോലെ
മുല്ലപ്പെരിയാർ ജലനിരപ്പിൽ മാത്രമാണ് ഇപ്പോഴും നേരിയ വർധനവ് കണ്ടത്. 140.50 എന്ന നിലയിൽ നിൽക്കുന്നു. അതേസമയം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2399.16 തന്നെ തുടരുകയാണ്. ഏതാണ്ട് 8 മണിക്കൂറിന് മുൻപുള്ള ഒരു ജലനിരപ്പ് തന്നെയാണ് ഇത്. ഏതാണ്ട് ജില്ലയിലെ ഇടുക്കി ജലസംഭരണിയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം അത് ഏതാണ്ട് അതിന് ആനുപാതികമായി തന്നെ മൂലമറ്റം പവർ ഹൗസിലേക്ക് വൈദ്യുതി ഉൽപാദനത്തിനായി മാറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ജലനിരപ്പ് ഉയരാതെ തന്നെ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയുടെ കിഴക്കൻ മേഖലകളായ ഉപ്പുതറ, ചപ്പാത്ത്, അയ്യപ്പൻകോവിൽ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം മഴ നിലച്ചിട്ടുണ്ട്. ജില്ലയിൽ പൊതുവെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കിഴക്കൻ മേഖലയിൽ മഴ മാറിയതോടുകൂടി ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും കാര്യമായ രീതിയിൽ ഒരു ജലനിരപ്പ് ഉയരാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ KCB ഭാഗം ഈ പുതുതായി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ വിസ്തൃതി വർദ്ധിപ്പിച്ച് ജലം പുറത്തേക്ക് ഒഴുക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നിരീക്ഷിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള വരും മണിക്കൂറുകളിൽ അതനുസരിച്ചുള്ള നിരീക്ഷണത്തിന്റെ ഭാഗമായി മാത്രമായിരിക്കും പുതിയ ചില ക്രമീകരണങ്ങൾ വരിക. എന്തായാലും നാളെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് യോഗം ചേരുന്നുണ്ട്. അതിനനുസരിച്ച് മാത്രമായിരിക്കും പുതിയ ക്രമീകരണങ്ങൾ വരിക. ഏതായാലും ജില്ലയിൽ പൊതുവെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ദിവ്യ, സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ട് RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ വിദേശത്തേക്കോ തമിഴ്നാട്ടിലേക്കോ കടക്കാനുള്ള സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട്. 8 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. പാലക്കാട് SP-യുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി പ്രത്യേക യോഗം ചേർന്നാണ് പ്രതികളെ കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമാക്കിയത്. വെള്ള മാരുതി കാറിലെത്തിയവരാണ് ആക്രമിച്ചതെന്ന സാക്ഷിമൊഴികൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കാറിന്റെ ഉടമയെ കണ്ടെത്താനും ശ്രമം നടക്കുന്നുണ്ട്. സംഭവം നടന്ന സ്ഥലത്തിന് സമീപത്തെ വീട്ടിലും സ്ഥാപനത്തിലും CCTV സ്ഥാപിച്ചിട്ടില്ല. അതിനാൽ ഈ റോഡിലെ മറ്റു CCTVകളിലെ ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ്. 8 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. പ്രതികൾ സഞ്ചരിച്ച വാഹനം വാളയാർ തൃശൂർ ഹൈവേയിൽ പ്രവേശിച്ചെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിനാൽ ഹൈവേയിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങളും ശേഖരിക്കും. വാളയാർ പാലിയേക്കര ടോൾ പ്ലാസകളിലൂടെ വാഹനം കടന്നുപോയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. പ്രതികൾ വാഹനം ഉപേക്ഷിച്ച് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ അവയവ റാക്കറ്റ് സജീവം. വിഴിഞ്ഞത്ത് 6 സ്ത്രീകൾ വൃക്ക നൽകി. വിഴിഞ്ഞത്ത് 6 സ്ത്രീകൾ വൃക്ക വിറ്റ സംഭവം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. കോവിഡും കടൽക്ഷോഭവും കാരണം പ്രതിസന്ധിയിലായവർക്ക് പണം വാഗ്ദാനം ചെയ്താണ് അവയവ മാഫിയയുടെ ചൂഷണം. വിഴിഞ്ഞത്ത് 2 വർഷത്തിനിടെ 6 സ്ത്രീകളാണ് വൃക്ക നൽകിയത്. എല്ലാം പണം വാങ്ങി നൽകിയതെന്നാണ് വിവരം. കണക്ക് ഇനിയും ഉയരാനും സാധ്യതയുണ്ട്. അവയവദാതാക്കളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിവരം പുറത്തു പറയാൻ അവർ തയ്യാറായില്ല. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. അങ്ങനെ അസ്വാഭാവികമായും അസാധാരണമായിട്ടും ഏതെങ്കിലും ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡോണേഴ്സ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സുതാര്യത ഉറപ്പാക്കുന്നതിനും ഇങ്ങനെ മാഫിയകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ പ്രവർത്തനം ഒഴിവാക്കി സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേസോട്ടോ എന്ന ഇത് നമ്മളിപ്പോൾ സംസ്ഥാന സർക്കാർ അത് മന്ത്രിസഭ തന്നെ തീരുമാനം എടുത്തുകൊണ്ട് അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴയിലും തീരദേശത്ത് സമാന രീതിയിൽ നേരത്തെ വൃക്കക്കച്ചവടം നടന്നിരുന്നു. സംസ്ഥാനത്തെ അവയവ റാക്കറ്റിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച് 1 വർഷം പിന്നിടുമ്പോഴും മാഫിയ ചൂഷണം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ പീർ മുഹമ്മദ് അന്തരിച്ചു. ഇന്ന് പുലർച്ചെ മുഴുപ്പിലങ്ങാട് വസതിയിലായിരുന്നു അന്ത്യം. മനു ഭരത്താണ് ചേരുന്നത്. മനു, ഒരു കാലഘട്ടം തന്നെ അങ്ങനെ മാഞ്ഞു പോവുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അടക്കമുള്ളവരുടെ ഓർമ്മകൾ അല്ലേ? ഗോപി, അത് വളരെ ശരിയാണ്. ഒരു തലമുറ തന്നെ നഷ്ടമാവുകയാണ് മാപ്പിളപ്പാട്ടിന്റെ കാര്യത്തിൽ. കാരണം അരഞ്ഞോളി മൂസാക്ക അദ്ദേഹം മരിച്ചു. PM കുട്ടി ഒക്ടോബറിൽ അദ്ദേഹം മരിച്ചു. അതിനുശേഷമാണ് ഈ വലിയ ഒരു ദുഃഖം നമുക്ക് സഹിക്കേണ്ടി വരുന്നത്. പീർ മുഹമ്മദും നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. ഈ 3 പേരുടെയും ഒരു സവിശേഷത മാപ്പിളപ്പാട്ടിനെ ഇത്രമാത്രം ജനകീയമാക്കുന്നതിൽ ഇവർ നടത്തിയ ഇടപെടലുകൾ. സംഗീതം പഠിച്ചു വരികയോ അങ്ങനെയല്ല. പീർ മുഹമ്മദിന്റെ കാര്യത്തിൽ അദ്ദേഹം പാടിത്തുടങ്ങുകയാണ്. അദ്ദേഹത്തിന് ആരാധകരുണ്ടാകുകയാണ്. കല്യാണ വീടുകളിൽ അദ്ദേഹം പാടും. അവിടെ വലിയ തോതിൽ ആളുകൾ അംഗീകരിക്കും. പിന്നീട് അദ്ദേഹം സ്റ്റേജ് ഷോകളിലൂടെ ജനമനസ്സുകളിലേക്ക് സ്ഥായിയായി സ്ഥാനം പിടിച്ചെടുക്കും.
ചലച്ചിത്ര രംഗത്തും അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ ചെയ്തു. അന്യരുടെ ഭൂമിയിലും തെൻതുള്ളിയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെതായ സംഭാവന ചെയ്തു. അതോടൊപ്പം തന്നെ മാപ്പിളപ്പാട്ടിനെ ഒരു വലിയ കലാരൂപമാക്കി, അല്ലെങ്കിൽ അതിന് ആസ്വാദകർക്ക് മനസ്സിൽ അത്രമാത്രം ഇടം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസുകൾ ഉണ്ടായിരുന്നുവെന്ന്. ഈ ഒട്ടകങ്ങൾ വരി വരി വരിയായി എന്നുള്ള പാട്ട് കേൾക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകും. ഇദ്ദേഹം തെങ്കാശിയിലാണ് ജനിച്ചത്, പിന്നീട് കണ്ണൂരിലെത്തി. വളരെ ചെറിയ വയസ്സിൽ തന്നെ ഉള്ള വസതിയിലെത്തി. അവിടെ നിന്ന് അദ്ദേഹം ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഈ പാട്ടുകൾ പാടുകയും ആളുകൾ അദ്ദേഹത്തിനോടുള്ള ആദരവും സ്നേഹവും അദ്ദേഹം അങ്ങനെ തന്റെ പാട്ടുകളോട് പിടിച്ചുവിടുകയും ചെയ്യുകയാണ്. രാവിലെ പുലർച്ചെ 4 മണിക്ക് ശേഷം അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ വയറ്റിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം. ശരി, മനോഭരതാണ് വിശദാംശങ്ങൾ നൽകി. ശബരിമലയിൽ തീർത്ഥാടന കാലം. ദിവസത്തെ മണ്ഡലകാലത്തിന് തുടക്കമായി. സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. സന്നിധാനത്ത് ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേരും. പുലർച്ചെ 3 മണി മുതലാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. പമ്പയിൽ മഴയ്ക്ക് ശമനമുണ്ട്. സന്നിധാനത്ത് കൂടുതൽ തീർത്ഥാടകരെ എത്തിക്കാൻ ഇളവുകൾ ആവശ്യപ്പെട്ട ദേവസ്വം ബോർഡ്. വിരിവയ്ക്കാനും പമ്പാ സ്നാനത്തിനും സ്പോട്ട് ബുക്കിങ്ങിനും നീലിമല വഴിയുള്ള യാത്രയ്ക്കും അനുമതി വേണം. ആവശ്യങ്ങൾ അവലോകന യോഗത്തിൽ ഉന്നയിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനന്തഗോപൻ പറഞ്ഞു. എസ് അനു ആണ് ചേരുന്നത്. അനു, രാവിലെ മന്ത്രിയോട് അനു സംസാരിച്ചിരുന്നു. അപ്പോൾ നിലവിൽ ഇളവുകളെക്കുറിച്ച് വലിയ ആലോചനകളില്ല എന്ന് അദ്ദേഹം പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡ് ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കും അല്ലേ 11 മണിക്ക്? തീർച്ചയായും ഗോപി, ദേവസ്വം ബോർഡ് കൂടുതൽ ഇളവുകൾ വേണമെന്ന് ഇന്നത്തെ 11 മണിക്ക് ചേർന്ന അവലോകന യോഗത്തിൽ ആവശ്യപ്പെടും. ഏറ്റവും പ്രധാനമായും നമുക്കറിയാം, നിലവിലെ സാഹചര്യത്തിൽ തന്നെ ഇന്ന് ഏതാണ്ട് 8000 പേരാണ് വെർച്വൽ ക്യൂ വഴി ശബരിമല ദർശനത്തിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ ഇതിൽ 2000 പേർ നിലവിലെ സാഹചര്യത്തിൽ ഒഴിവായിട്ടുണ്ട്. അതായത് 6000 പേർ മാത്രമാണ് നിലവിൽ ഇന്നിപ്പോൾ ശബരിമലയിൽ ദർശനം നടത്തുക. ഇത് തന്നെയാണ് ഇവിടെ ഈ അതായത് കടകൾ ഉൾപ്പെടെയുള്ളവ ലേലത്തിലെടുക്കാൻ കച്ചവടക്കാർ തയ്യാറാകാത്തതിന്റെ കാരണം ഇതാണ്. കാരണം കോവിഡ്, അതുകൂടാതെ തന്നെ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികൂല സാഹചര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇളവുകൾ വേണം, എങ്കിൽ മാത്രമേ ഭക്തർ സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ ശബരിമലയിലേക്ക് എത്തൂ എന്നുള്ളൊരു നിലപാടാണ് ദേവസ്വം ബോർഡിനുള്ളത്. പ്രധാനമായും 4 ഇളവുകൾ വേണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം. ഒന്ന്, പമ്പാ സ്നാനം. കാരണം ശബരിമല തീർത്ഥാടനത്തിൽ പമ്പാ സ്നാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പാ സ്നാനത്തിനുള്ള അനുമതി വേണം. മറ്റൊന്ന് വിരിവയ്ക്കൽ. അതായത് ശബരിമലയിൽ നിലവിൽ സന്നിധാനത്തോ ഈ പരിസര പ്രദേശങ്ങളിലോ വിരിവയ്ക്കാൻ യാതൊരു തരത്തിലുള്ള അനുവാദം ഇല്ല. അത് മാറണം, എങ്കിൽ മാത്രമേ കൂടുതൽ ഭക്തർ സന്നിധാനത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഈ കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. മറ്റൊന്ന് സ്പോട്ട് ബുക്കിംഗ് ആണ്. സ്പോട്ട് ബുക്കിങ്ങിനുള്ള അനുമതി വേണം. നിലവിൽ ഇത് റദ്ദാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. മറ്റൊന്ന്, ഈ നീലിമല വഴിയുള്ള സാധാരണ, അതായത് ശബരിമലയിലേക്കുള്ള സാധാരണ പാത, ഈ പാതയിലൂടെയും
ഭക്തർക്ക് ശബരിമലയിലേക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കണം എന്നീ പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഇന്ന് 11 മണിക്ക് ചേർന്ന അവലോകന യോഗത്തിൽ ആവശ്യപ്പെടുന്നത്. എവിടെയാണ് വരുന്നത് സ്വാമി? തൃശ്ശൂർ. എങ്ങനെയുണ്ടായിരുന്നു ഈ മഴയൊക്കെ പ്രശ്നമാണോ? മഴ ഇപ്പോൾ കുഴപ്പമില്ല. ഈ പമ്പയിൽ മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? പമ്പയിൽ മറ്റു സൗകര്യങ്ങളൊന്നുമില്ല, കുളിക്കാനൊന്നും മറ്റുള്ള ബാത്റൂം അങ്ങനെ കാര്യങ്ങളുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇത്ര നേരം. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തത് എങ്ങനെയാണ്? അത് അക്ഷയയിൽ പോയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളൂ. അത് സമയവും ഡേറ്റും കിട്ടി അങ്ങനെ പോകുന്നു. ഈ ആള് കുറവായത് കാരണം നല്ല ദർശനം ലഭിക്കുന്നുണ്ടോ? അങ്ങനെ സുഖമായിട്ട് തൊഴുത് പോരാ. ഏതായിരുന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്തർ ഒരു തരത്തിൽ സന്തോഷമുണ്ട്. കാരണം ഈ തിരക്ക് കുറവായത് കാരണം അവർക്ക് ദർശനം നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. ഈ പമ്പ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഈ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള അത്തരം സംവിധാനങ്ങളിൽ ഇല്ലാത്തത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഭക്തരെ സംബന്ധിച്ച്. മാത്രമല്ല ഹോട്ടലുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അതും ഒരു പ്രതിസന്ധിയായി ഭക്തർ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അല്പസമയം മുമ്പ് നമ്മൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടും അതുപോലെ ദേവസ്വം മന്ത്രിയോടും സംസാരിച്ചപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉടൻ തന്നെ പരിഹരിക്കും എന്നുള്ള ഒരു എന്നാണ് ഇരുവരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ശബരിമലയിൽ സൂചിപ്പിച്ച പോലെ ദേവസ്വം ബോർഡ് ഈ ആവശ്യം ഉന്നയിക്കും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എന്താണ് അതിന്റെ പ്രായോഗികത എന്നുള്ളത് അവലോകന യോഗത്തിൽ തീരുമാനമെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പമ്പയിൽ നിന്നും സനോജ് കൂടിയാണ് ചേരുന്നത്. സനോജ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ബുക്കിംഗ് ഉണ്ട്, പക്ഷേ കുറേ ക്യാൻസലേഷനും സ്വാഭാവികമാണ്. ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണ്. ഏതായാലും വരുന്നവർക്ക് സന്തോഷം, അവിടെ എത്തുന്നവർക്ക് സന്തോഷമുള്ള കാര്യം, കാരണം നന്നായി തൊഴുക എന്നുള്ളതാണല്ലോ, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അതവിടെ നടക്കുന്നുണ്ട്. അപ്പം എത്രമാത്രം ഉണ്ടെന്ന് പമ്പയിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരു കണക്കൊക്കെ? ഗോപി, തിരക്ക് പൊതുവെ വളരെ കുറവാണ്. 35,000-ഓളം ആളുകൾ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും ദർശനത്തിനായി പോയത് ഈ 2,799 പേരാണ്. ആ കണക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 6 മണിവരെ ദർശനം നടത്താൻ വേണ്ടി മല ചവിട്ടിയത് 2,258 പേരായിരുന്നു. അത് 7 മണിയായപ്പോഴത്തേക്കും 2,566 അതായത് 6-നും 7-നും ഇടയിൽ മല ചവിട്ടിയത് 308 പേരാണ്. ഇപ്പോൾ 8 മണിക്കും 7 മണിക്കും ഇടയിൽ 7 മണി വരെ 2,566 പേരായിരുന്നുവെങ്കിൽ ഇപ്പോൾ 8 മണിയാകുമ്പോൾ അത് 2,799 പേരാണ്. അപ്പോൾ പൊതുവെ തീർത്ഥാടകരുടെ തിരക്ക് വളരെ കുറവാണ്. എങ്കിലും ബുക്ക് ചെയ്ത തീർത്ഥാടകർ ഒരു പരിധിവരെ എത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കിവിടെ എത്തുമ്പോൾ ദർശനത്തിന് സുഖകരമായ സൗകര്യമുണ്ട്, തിക്കും തിരക്കുമില്ല. സാധാരണ ശബരിമല തീർത്ഥാടനം എന്ന് പറയപ്പെടുന്നത് വലിയ തിരക്കനുഭവപ്പെടുന്നതാണ്. അത്തരത്തിൽ യാതൊരു തിരക്കുമില്ല. വളരെ സമാധാനത്തോടുകൂടി മല ചവിട്ടി ദർശനം നടത്തി അവർക്ക് തിരികെ മടങ്ങാൻ കഴിയുന്നു എന്നുള്ളത് ദർശനത്തിനെത്തുന്നവർക്ക് വളരെ ആശ്വാസകരമാണ്. പക്ഷേ ബുക്കിംഗ് നടത്തിയിട്ടും പ്രതികൂല കാലാവസ്ഥ മൂലം വരാൻ കഴിയാതെ പോയവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് 18-ാം തീയതിക്ക് ശേഷം ഇന്ന് ദർശനം നടത്താൻ സൗകര്യം ഉണ്ടാവാത്ത പോകുന്ന ആൾക്ക് 18-ാം തീയതിക്ക് ശേഷം ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല ഇവിടെ ദർശനത്തിന് എത്തുന്നവർ കയ്യിൽ കരുതേണ്ട രേഖ എന്ന് പറയപ്പെടുന്നത് RT-PCR പരിശോധന. അതായത് 2 ഡോസ് വാക്സിൻ ഉണ്ടെങ്കിൽ അവർക്ക് 2 ഡോസ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. ഇനി 1 ഡോസ് വാക്സിൻ എടുത്തിട്ടുള്ളതെങ്കിൽ അവർ 72 മണിക്കൂർ മുമ്പ് RT-PCR എടുത്ത പരിശോധനാ ഫലം കയ്യിൽ കരുതണം. ഒപ്പം തന്നെ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ രേഖയും ഇവിടെ ഹാജരാക്കണം. ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്യാത്ത ആൾക്ക് സ്പോട്ട് സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ദേവസ്വം ബോർഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നിലവിലത്തെ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് വരുന്ന 3 ദിവസത്തേക്ക് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവുകയില്ല. സ്പോട്ട് ബുക്കിംഗ് പ്രധാനമായിട്ടും കുമളിയിലുണ്ട്, എരുമേലിയിലുണ്ട്, ചാലക്കയത്തുണ്ട്, പമ്പയിലുണ്ട്. ഈ 4 ഇടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. എന്നാൽ നിലവിൽ 3 ദിവസത്തേക്ക് പറഞ്ഞതുപോലെ തന്നെ നിലവിൽ തിരക്ക് കുറവാണ്. 2 കാര്യങ്ങളാണ്. എത്തുന്നവർക്ക് അതുകൊണ്ട് സ്വസ്ഥമായി തൊഴാൻ കഴിയുന്നുണ്ട്, ഒരു വിഷയം. രണ്ടാമത് ഈ പറയുന്ന പോലെ കാലാവസ്ഥ അനുകൂലമാവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് തന്നെയാണ് പൊതുവിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. സർക്കാർ ആ ഒരു അഭിപ്രായത്തിൽ തന്നെയാണ്. കാരണം ഇന്നും നല്ല മഴയാണ്, പിന്നെ മലയോര മേഖലയല്ലേ, കാറ്റൊക്കെ വീശും, അതുകൊണ്ട് സേഫായിട്ട് പോകാം എന്ന് കരുതുന്നവരായിരിക്കും നല്ല ഭൂരിപക്ഷം. അതൊരു നല്ല തീരുമാനം തന്നെയാണ്. തിരക്ക് കൂടണം എന്നുള്ളത് ഭക്തർ ആഗ്രഹിക്കുന്ന കാര്യമല്ലല്ലോ. ദേവസ്വം ബോർഡിന് ചിലപ്പോൾ കൂടണമെന്നുണ്ടാവും, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായി പോരുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ സുരക്ഷിതമായി തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. മറ്റു വിഷയങ്ങളിലേക്ക് കൂടി ശമ്പള പരിഷ്കരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് KSRTCയിലെ ഭരണാനുകൂല യൂണിയനും അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU ആണ് അനിശ്ചിതകാല പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ഭാരവാഹി യോഗത്തിലാണ് തീരുമാനം. മറ്റ് സംഘടനകളുമായി കൂടിയാലോചിച്ച് തീയതി പ്രഖ്യാപിക്കും. നേരത്തെ പ്രതിപക്ഷ സംഘടനയായ TDF-ഉം അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു.
കൊച്ചിയിൽ മോഡലുകൾ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ DJ പാർട്ടി നടന്ന ഹോട്ടൽ 18 ഉടമയെ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാക്കും. വൈകിട്ട് 4 മണിക്ക് ഹാജരാവാനാണ് പോലീസ് നിർദ്ദേശം നൽകിയത്. കേസിൽ അറസ്റ്റിലായ അബ്ദുൾ റഹ്മാൻ ജാമ്യം അനുവദിച്ചു. മഴ ദുരിതമാണ് കേരളത്തിൽ പലയിടത്തും. എന്നാൽ ഈ മഴക്കാലത്ത് അതിന്റെ ഭംഗി ആസ്വദിക്കുകയാണ് പക്ഷികൾ. ക്യാമറമാൻ ആർ പ്രിയൻ പകർത്തിയ ദൃശ്യങ്ങളോടെ മോർണിംഗ് ഷോ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്താ വിശദാംശങ്ങൾക്കും കാണുക Malayalam.news18.com.